ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലുള്ള അതിമനോഹരമായ ഒരു സ്ഥലത്താണ് കേട്ടോ. പാണ്ഡവൻ പാറ. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഒരു 10-20 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. തിരക്കുകളൊക്കെ കാരണം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഡിലേ ആയിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? പാണ്ഡവൻ പാറ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മഹാഭാരത കഥയുമായി ഏറെ ബന്ധമുള്ള ചരിത്രവും പ്രകൃതി ഭംഗിയും ഒക്കെ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഈ കയറി ചെല്ലുന്നിടത്ത് ഒരു അമ്പലമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. ഇവിടെ ഏകദേശം 6:30 സമയമൊക്കെ ആകുമ്പോഴാണ് അമ്പലം ഓപ്പൺ ആവുന്നത്. ചെങ്ങന്നൂർ ടൗണിൽ നിന്ന് ഏകദേശം 2 to 3 കിലോമീറ്റർ മാത്രം മാറിയാണ് പാണ്ഡവൻ പാറ സ്ഥിതി ചെയ്യുന്നത്. MC റോഡിന് തൊട്ടടുത്തായിട്ട് വരും കേട്ടോ. പിന്നെ ഞാൻ വന്ന സമയം 6:30 സമയമൊക്കെ ആയിരുന്നുകൊണ്ട് ഏകദേശം ഇരുട്ടൊക്കെ ഇങ്ങനെ സ്പ്രെഡായി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളൊന്നും കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് ഇങ്ങനെ ടെമ്പിളിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ പാറയുടെ സൈഡിലോട്ടൊക്കെയുള്ള വഴികൾ കാണാം. അതിലൂടെയൊക്കെ ഒന്ന് ഞാൻ നടന്നു നോക്കി. ഈ സ്ഥലത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്ന എന്നാണ് വിശ്വാസം. പഞ്ചപാണ്ഡവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, കസേരകൾ, കിടക്കുകൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുടെ ഷേപ്പൊക്കെയാണ് ഇവിടുത്തെ പാറകൾക്കുള്ളതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ പല ഷേപ്പിലുള്ള പാറകളൊക്കെ ഉണ്ട്. താമരപ്പാറ, മദ്ദളപ്പാറ, പിന്നെ തവളപ്പാറ. താമരപ്പാറ എന്ന് പറയുമ്പം താമരയുടെ ഷേപ്പൊക്കെ ഉണ്ടാവും. മദ്ദളപ്പാറയ്ക്ക് നമ്മളിങ്ങനെ തട്ടുന്ന സമയത്ത് മദ്ദളത്തിൻ്റെ ശബ്ദം കേൾക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തവളപ്പാറ ഏകദേശം കാണുമ്പോൾ തവളേൻ്റെ ഷേപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് താമരപ്പാറ. ഏകദേശം താമരേൻ്റെ ഷേപ്പ് പോലെ ഉണ്ടല്ലേ. പിന്നെ ഈ സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ സൺസെറ്റൊക്കെ കാണാൻ പറ്റും. പിന്നെ നല്ല വ്യൂസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് വേറൊരു പാറയുണ്ട്, വലിയ പാറയാണ്. പക്ഷെ അവിടെ എങ്ങനെയാണ് കയറേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പോയില്ല. പിന്നെ ആ പാറേൻ്റെ മണ്ടയ്ക്കൊരു ടെമ്പിൾ ഉണ്ട്. പിന്നെ അതിന് തൊട്ടടുത്ത് ഒരു കുളമുണ്ട് കേട്ടോ. ആ കുളത്തിൽ എത്ര ചൂടുണ്ടെങ്കിലും അതിൻ്റെ വെള്ളം വറ്റത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഞാൻ ഈ വന്ന സമയം ഒരു ഈവനിങ് ടൈമൊക്കെ ആയതുകൊണ്ട് തൊട്ടപ്പുറത്ത് അമ്പലത്തിൻ്റെ പാട്ടുകളും പിന്നെ സൺസെറ്റും ഇതുപോലെ പ്രകൃതി ഭംഗിയായിട്ടുള്ള ഇങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് സ്ലിപ്പറി ഫീൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ കൊച്ചുകുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ആളുകൾ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അവർക്കൊന്നും ഒരു പേടിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാത്തത്. എങ്ങാനും തെന്നി അടിച്ച് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട കേട്ടോ. ഇവിടെ നിന്നെങ്ങാനും ഒന്ന് വീണാൽ പിന്നെ പൊടി പോലും കിട്ടൂല. എനിക്ക് ആക്ച്വലി പേടിയായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ കാട് കാണുന്നുണ്ട്. റോഡുണ്ടോ എനിക്കറിയില്ല, കാണാൻ പറ്റുന്നില്ല. പിന്നെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മരങ്ങളൊക്കെ ഈ പാറകൾക്കിടയിലൂടാണ് വളർന്നു വരുന്നത്. പക്ഷേ അതിനൊന്നും ഒരു ഡീഹൈഡ്രേഷൻ ഒന്നുമില്ല. നല്ല നല്ല മരങ്ങളായിട്ട് നിൽക്കുന്നു അല്ലേ. ഞാൻ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ചെറിയ രീതിയിലുള്ള ഒരു ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ വന്ന് കാണാം കേട്ടോ. ചെങ്ങന്നൂർ ഭാഗത്തിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ പാണ്ഡവൻ പാറ. തിരക്കൊക്കെ ഒഴിയുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ.